ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിടിലൻ ഫിഷ് ഗ്രിൽ റെസിപ്പിയാണ്. ഞാനിവിടെ 2 ടൈപ്പിലുള്ള ഫിഷ് ഗ്രില്ലും കാണിക്കുന്നുണ്ട് കേട്ടോ. റെഡ് മസാലയിലും ഗ്രീൻ മസാലയിലും എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ സീ ബ്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഗ്രില്ല് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അവരിതുപോലെ കട്ട് ചെയ്ത് തരും കേട്ടോ. അഥവാ ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം മസാല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളിലൊന്നും മസാല പിടിക്കാതിരിക്കുമ്പം നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ആദ്യം ഞാൻ റെഡ് മസാല വെച്ചിട്ട് എങ്ങനെ ഫിഷ് ഗ്രില്ല് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളി അത്യാവശ്യം വലുതാണ്, അതുകൊണ്ടാണ് 4 അല്ലി. ചെറുതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുളകിൻ്റെ അളവ് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാല, പിന്നെ ഏതെങ്കിലും ഒരു അറബിക് മസാല 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മന്തിയുടെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ റെഡ് മസാലയിൽ ചേർക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ഒരു പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മസാല ഇട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നിങ്ങൾ ഇതുവരെ ഈ ഒരു പുളിവെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു 4-5 ടേബിൾ സ്പൂണോളം പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത് അരച്ചെടുത്ത ശേഷം ഉപ്പൊന്ന് നോക്കി നോക്കുക കേട്ടോ. ഉപ്പ് കുറച്ചൊരു പൊടിക്ക് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഇത് കഴിക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക. കറക്റ്റ് അളവിൽ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന നേരത്ത് ഉപ്പ് കുറവായിട്ടാണ് ഫീൽ ചെയ്യുക കേട്ടോ. ഇനി നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ മുതൽ 1 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. 4-5 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മസാല പിടിക്കും. 1 ദിവസം വരെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മസാല പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം താഴെ മേലൊക്കെ നന്നായിട്ട് കട്ടിക്ക് തന്നെ മസാല അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട് വാങ്ങിക്കുമ്പോൾ സീ ബ്രീം പോലെയുള്ള നല്ല നെയ്യുള്ള മീൻ തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ല ഹാർഡായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പം അത്യാവശ്യം നെയ്യുള്ള മീൻ തന്നെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. ഇനി നന്നായിട്ട് ക്ലിംഗ് റാപ്പൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇത് ഞാനിപ്പം 1 ദിവസത്തോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി അടുത്ത ഫിഷ് ഗ്രില്ലിനുള്ള ഗ്രീൻ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളി, ഒരു 5 ചുവന്നുള്ളി, 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണോളം ഏതെങ്കിലും ഒരു അറബിക് മസാല അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്ലിപ്പിങ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. പിന്നെ ഒരു പിടി പുതിനയില, അതുപോലെ തന്നെ ഒരു പിടിയോളം മല്ലിയില, 1 ടേബിൾ സ്പൂണോളം കുരുമുളക്, 1/2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം. ഇനി ഒരു 3-4 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക. പിന്നെ ഈ എരിവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാട്ടോ. അതുപോലെ ഞാൻ വെളുത്തുള്ളി കുറച്ച് വലിയതാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ചെറിയതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണവും കൂട്ടിയെടുക്കുക. ഇനി ഈ അരച്ചെടുത്ത മസാല ഫിഷിൻ്റെ മേലെയും താഴെയൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഈ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ വരഞ്ഞു കൊടുക്കണേക്കാളും നല്ലത് കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് കുത്തി കൊടുത്തിട്ടാണ് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്.
ഇനി ഗ്രീൻ ഫിഷും അതുപോലെ തന്നെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ മുതൽ 1 ദിവസം വരെ വെക്കുക. തലേ ദിവസം രാത്രിയാണ് ഞാനിത് മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് രാത്രിയാണ് ഞാനിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇനി ഒരു ബേക്കിംഗ് ട്രേയിൽ അലുമിനിയം ഫോയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഈ അലുമിനിയം ഫോയിലിൽ എന്തെങ്കിലും ഓയിലോ ബട്ടറോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഷ് ആയി വരുന്ന സമയത്ത് അത് പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരു 25 മിനിറ്റ്സ് മുതൽ 30 മിനിറ്റ്സ് വരെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. മേലെയും താഴെയും ചൂട് കൊടുത്തിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 25 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനിടയിൽ നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കേട്ടോ. ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടിയിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം പല ഫിഷിനും പല വേവായിരിക്കും. ഇത് ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് മാറും. നമുക്കറിയാമല്ലോ ഒരു ഫിഷ് ഗ്രില്ല് കഴിക്കുമ്പോൾ ഏതാണ് അതിൻ്റെ ഒരു പരുവം എന്നുള്ളത്. ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ലാസ്റ്റ് ഒരു 10 മിനിറ്റിൽ ഞാൻ താഴെ നിന്നുള്ള ഫ്ലെയിമും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് കുറച്ച് വെറ്റായിരിക്കും. അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഫിഷ് ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കി നോക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.